മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ കമലേശ്വരത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്വാതിയും കരുണയും ദുർഗയും എല്ലാവരും ചേർന്ന് പറയുന്നുണ്ട്. എന്നാലും അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അവൾ ഓഫീസിലേക്ക് വന്നത്. എന്തായാലും മോൻ്റെ അത്രയും തന്നെ അവകാശം അവൾക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് കരുണമോളെ ഇറക്കി വിട്ടത്. എത്രയും പെട്ടെന്ന് ആ സ്വത്തൊക്കെ തിരികെ വാങ്ങണമെന്ന് പറയുമ്പം കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ സ്വത്ത് തിരികെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എടുക്കാനല്ലേ, അതെന്തായാലും നടക്കാൻ പോണില്ല. അതേ സമയത്ത് കരുണ വന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും അവളുടെ ഇന്ന് സ്വത്തൊക്കെ തിരിച്ചു വാങ്ങാൻ പറ്റില്ല കണ്ണേട്ടാന്ന് വയ്ക്കുമ്പോൾ ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല. എനിക്കും അയാൾക്കും തുല്യ അവകാശം അതിൽ. അതെന്തുകൊണ്ടാണ് നടക്കാത്ത? കണ്ണേട്ടന് കേസ് കൊടുത്തൂടെ? കേസ് കൊടുക്കുമ്പം അവളുടെ ഇന്ന് സ്വത്ത് തിരിച്ചു കിട്ടൂലേ എന്ന് വയ്ക്കുമ്പം ഞാൻ കോടതിയിൽ കേസുമായിട്ട് വാദിക്കാൻ ചെല്ലുമ്പോൾ അവൾക്ക് വേണ്ടി അവിടെ കേസ് വാദിക്കാൻ വരുന്നത് അവനായിരിക്കും, അനന്തു. അതുകൊണ്ട് അവനെ എനിക്ക് ജയിക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, എന്തെന്നും പറഞ്ഞാൽ ഞാൻ കേസിന് പോണേന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനല്ലാന്നും പറഞ്ഞ് കേസ് കൊടുത്താൽ കണ്ണേട്ടന് അനുകൂലമായിട്ട് വിധി വരില്ലേ? അപ്പോൾ പിന്നെ സ്വത്തൊക്കെ കണ്ണേട്ടന് തിരിച്ചു കിട്ടൂലേ എന്ന്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒന്നും ആഗ്രഹം നടക്കാൻ പോണില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും. എന്തായാലും നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ എനിക്കിപ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനൊരു നാടകം കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും കിട്ടി. എന്തായാലും എൻ്റെ ഭാര്യയും കുഞ്ഞും സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് നാടകവും കളിക്കുമെന്ന്. ആ സമയത്ത് സ്വാതിയാണി വന്നിട്ട് കണ്ണേട്ടിന് കഴിക്കാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, എന്തായാലും ഞാൻ റൂമിലേക്കൊന്ന് പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കണ്ണൻ്റെ ആ പോക്ക് കാണുമ്പം സ്വാതിയും കരുണയും കൂടെ പറയുന്നുണ്ട്, എന്തായാലും അയാളെ അവൾ ചതിച്ചത് നന്നായി, ഇല്ലെങ്കിൽ പിന്നെ ഇയാൾ ബാക്കി സ്വത്തും കൂടെ അവൾക്ക് എഴുതി കൊടുത്തേനായിരുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് നിങ്ങൾ പറഞ്ഞത് നേരാ. ഇപ്പോഴും അവളുടെ ചതി പുറത്ത് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം അവളുടെ കയ്യിലായേനെ. പിന്നീട് നമ്മൾ വെറുതെ കണ്ണനെ നോക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും അനന്തും ലേഖയും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് മഹാലക്ഷ്മി ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെയും അനന്തുവിനോടും ലേഖയോടും പറയുമ്പം ലേഖ പറയുന്നുണ്ട്, എന്നാലും മഹിയുടെ സ്വന്തം അനുജത്തിയല്ലേ, എന്നിട്ടും സ്വന്തം ചേച്ചിയുടെ നാശം കാണാനാണല്ലോ അവൾ ആഗ്രഹിക്കണേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ചെറുപ്പം മുതലേ അവൾ അങ്ങനെ തന്നെയാണ്. എനിക്കൊരു വേദന കണ്ടാൽ അവൾക്ക് സന്തോഷമാവും. ഇനിയിപ്പോൾ അവൾ സ്കൂളിൽ പോയി എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ വന്നു കഴിയുമ്പം അച്ഛനും മുത്തശ്ശിയും ആ പേരും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കും. എൻ്റെ കരച്ചിൽ കാണുമ്പോൾ അവളുടെ സങ്കടത്തിന് കുറച്ച് കുറവ് വരും. ആ ഒരു രീതിയിൽ തന്നെയാണ് അച്ഛനും മുത്തശ്ശിയും അവളെ വളർത്തിക്കൊണ്ടുവന്നതും. ആ ഒരു പക ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. ഒരിക്കലും ഞാൻ സന്തോഷിച്ച് ജീവിക്കരുതെന്ന് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോകുന്നു. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും വേർപിരിഞ്ഞു എന്നും പറഞ്ഞ് കമലേശ്വരത്തേക്ക് തിരിച്ചു വന്ന ഒരു കരുണയില്ലാത്ത ആ കരുണ മഹാലക്ഷ്മിയും കണ്ണനും ഒരുമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ വീട്ടിലോട്ട് തിരിച്ചു പോകും. അതുമാത്രമല്ല, മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണനാണെന്നും കണ്ണനെ എഴുന്നേറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും അവൾ ഉണ്ണിയെ ഡൈവോഴ്സ് ചെയ്യാനും മടിക്കില്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും പോണോടത്തോളം ഇങ്ങനെ തന്നെ പോട്ടെ, ഇനിയിപ്പോൾ ആർക്കെങ്കിലും സത്യങ്ങൾ മനസ്സിലായാൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ആ ഒരു ഗുണ്ടയെ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഗുണ്ടയെ കണ്ടതും മേഘനാഥൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ ചോദിക്കുന്നതിന് നീ സത്യം പറയണം, കണ്ണൻ നടന്നു തുടങ്ങിയോന്ന്. അത് കേട്ടതും ആ ഗുണ്ടയാണെങ്കിൽ പേപ്പറിൽ നടക്കുമെന്ന് എഴുതി കാണിക്കുകയാണ്. അത് കണ്ടതും മേഘനാഥന് മനസ്സിലാവുന്നുണ്ട് കണ്ണനെ കാണിക്കുന്നതെല്ലാം നാടകമാണെന്നും കണ്ണൻ ശബരിമലയ്ക്ക് പോണ സമയത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണൻ തന്നെയാണെന്നും എഴുന്നേറ്റ് നടന്ന ഭർത്താവും ഭാര്യയും തമ്മിൽ എല്ലാ രീതിയിലും ഒന്നിച്ചൊരു ജീവിതം ആരംഭിച്ചു, അതിൻ്റെ തെളിവാണ് ആ കുഞ്ഞെന്നുള്ളതൊക്കെ ഈ മേഘനാഥന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഈ വിവരങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ഉണ്ണിയോട് പോലും ഇത് പറയാതിരിക്കണേ നല്ലത്. എന്തായാലും അവൻ നടക്കുമെന്നുള്ള വിവരം നേരിട്ട് തന്നെ എനിക്ക് അവനെ കണ്ട് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ കാത്തിരിപ്പെന്നും പറഞ്ഞുകൊണ്ട് ഈ മേഘനാഥനാണെങ്കിൽ ആ ഗുണ്ടയോട് പറയുന്നുണ്ട്, എന്തായാലും നീ എഴുതി കാണിച്ചത് നന്നായിടാ, ഇനിയിപ്പോൾ നീ എന്നോട് ഈ വിവരം പറഞ്ഞതായിട്ട് ആ മാർക്ക് വന്ന് ചോദിച്ചാൽ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും ഇവിടുത്തെ നിൻ്റെ ചികിത്സയുടെ ചിലവൊക്കെ ഞാൻ നടത്തിക്കോളാം, ഇന്ന് കണ്ണനോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് നമ്മളുടെ തോമസ് ഡോക്ടറോട് എന്നിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, തോമസ് ഡോക്ടർക്ക് ഉറപ്പല്ലേ കണ്ണൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ നോക്കുമ്പം പിന്നെ ഇല്ലാതെ കണ്ണൻ്റെ കാര്യത്തിൽ എനിക്കൊരു 10% പോലും പ്രതീക്ഷയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ആക്സിഡൻ്റ് അല്ലേ, അന്നേ ചികിത്സിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ
കണ്ണൻ എഴുന്നേറ്റ് നടന്നേനെ. പക്ഷെ അന്ന് അതൊന്നും സംഭവിച്ചില്ലല്ലോ. ആ സമയത്ത് മേഘനാഥനക്ക് നല്ലോണം ഉറപ്പാവുന്നുണ്ട് ഈ തോമസ് ഡോക്ടറും മാർക്കോയും അതുപോലെ സാഹറും മഞ്ജു എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളൊരു കളി തന്നെയാണ് ഈ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും കണ്ണനെ ചതിച്ച മഹാലക്ഷ്മിയെ അനന്തവും ലേഹയും അവരുടെ വീട്ടിൽ നിർത്തി സംരക്ഷിക്കില്ല എന്നുള്ളൊരു കാര്യം ഈ മേഘന ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും അവരുടെ നാടകം ഇതുപോലെ തന്നെ നടക്കട്ടെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കണ്ണനെ ഞാൻ നേരിട്ട് പിടിച്ച് അവൻ്റെ നാടകമൊക്കെ പൊളിച്ചു കൊടുത്തോളാമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനായിട്ട് വരാണ്. മഹാലക്ഷ്മിയെ കാണാൻ വന്നതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ട അവിടെ കണ്ണേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ തന്നെ ആപത്തിപ്പെടുത്താൻ നോക്കണം അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് തനിക്ക് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, പിന്നെ കണ്ണേട്ട മഞ്ജു വിളിച്ചിരുന്നു. ഇന്ന് ഡോക്ടറുടെ ആസ്പത്രിയിൽ വെച്ച് മേഘനാഥൻ സാഗറിനെ ഒരുപാട് തല്ലാനൊക്കെ നോക്കി, പിന്നെ സാഗറിനെ കൊന്നുകളയുന്നു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് മഞ്ജു നേരിട്ട് ചെന്ന് മേഘനാഥനെ നല്ലോണം താക്കീത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, മേഘന് ഒരു നാണമില്ല, തന്നെ ഉപേക്ഷിച്ച് പോയ ഭാര്യയുടെ പുറകെ ഇങ്ങനെയും ശല്യമായിട്ട് നടക്കാൻ അവനക്ക് നാണാവൂലേ. എന്തായാലും മഞ്ജു ഇനി മേഘൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്തിനാ അവനിങ്ങനെ സാഗറിനെ ഉപദ്രവിക്കാൻ നടക്കണേ. ഇനി ഈ വിവരം മാർക്കോയെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്കിനിയും തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ തന്നെ പോയി കിടക്കേണ്ടി വരും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും എത്ര കിട്ടിയാലും അവനൊന്നും പഠിക്കുന്നില്ലല്ലോ കണ്ണേട്ട, അവരുടെയൊക്കെ മനസ്സിൽ സ്വത്തെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്രയും നീച ജന്മങ്ങളാണോ അവരെന്ന്. എന്തായാലും ഞാൻ അവനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ ഈ മേഘനാഥനെ കാണാനായിട്ട് കാർ ഓടിച്ച് തന്നെ പോകുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ ഡ്രൈവറേയും കൊണ്ട് പോയിക്കോ, കാർ ഓടിച്ച് പോകണ്ടെന്ന് പറയുമ്പം ഇല്ല മഹി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണ്ണൻ വരുന്ന വഴിക്ക് മേഘനാഥൻ കണ്ണൻ വരുന്നത് എവിടെയാണെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കണ്ണനെ കയ്യോടുകൂടി പിടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കണത്. അങ്ങനെ മേഘനാഥൻ തോമസ് ഡോക്ടറോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കണ്ണാ നീ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം കണ്ണൻ കൃത്യം സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് മേഘനാഥനും അങ്ങോട്ടേക്ക് തന്നെയാണ് ചെല്ലണത്. അങ്ങനെ കണ്ണൻ വരുന്ന വഴിയിലേക്ക് മേഘനാഥൻ്റെ കാറുമായിട്ട് ചെല്ലാണ്. പക്ഷേ കണ്ണനക്ക് അറിയില്ല മേഘനാഥനക്ക് ഇങ്ങനെ സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നും മേഘനാഥൻ കണ്ണൻ്റെ രഹസ്യം പൊളിക്കാനായിട്ട് വരുന്നുണ്ടെന്നൊന്നും. അങ്ങനെ കണ്ണൻ വണ്ടി ഓടിച്ച് വരുമ്പോൾ മേഘനാഥൻ കണ്ണൻ്റെ വണ്ടിക്ക് കുറുകെ മേഘനാഥൻ്റെ വണ്ടി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ വേഗം തന്നെ ബ്രേക്ക് ഇട്ടിട്ട് ഇത് ആരാ ഈ വണ്ടിക്ക് മുന്നേ വണ്ടി കൊണ്ട് നിർത്തിയേക്കണേന്നും പറഞ്ഞ് നോക്കണ സമയത്ത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മേഘനാഥനെയാണ് കാണുന്നത്. മേഘനാഥനെ കണ്ടതും കണ്ണനക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം കണ്ണൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുമാത്രമല്ല കണ്ണനിരിക്കുന്നത് ഡ്രൈവിംഗ് സീറ്റിലുമാണ്. അതുകൊണ്ട് തന്നെ കണ്ണന് പെട്ടെന്നൊന്നും മാറാനും പറ്റില്ല. അങ്ങനെ മേഘനാഥനാണെങ്കിൽ കണ്ണനെ നേരിട്ട് കാണുന്നുണ്ട്. പക്ഷേ കണ്ണൻ വേഗം തന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ മേഘനാഥൻ വ്യക്തമായി തന്നെ കണ്ണനെ കണ്ടു എന്നുള്ളത് കണ്ണന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കണ്ണൻ നേരെ പോകുന്നത് അനന്തുവിൻ്റെ വീട്ടിലേക്കാണ്. ഇതേ സമയം മേഘനാഥനാണെങ്കിൽ ഈ കണ്ണൻ്റെ കാറിൻ്റെ പുറകെ തന്നെ കാറെടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അനന്തുവിൻ്റെ വീട്ടിൽ കാറ് നിർത്തി കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങി പോണേ ആ ഒരു കാഴ്ച മേഘം കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ മേഘനാഥന് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങളെ പല പ്രാവശ്യം ഇവർ വിഡ്ഢികളാക്കി, ഇപ്പോഴും ഞങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. ഇവരുടെ അഭിനയത്തിന് മുന്നിൽ തോറ്റുപോയവരാ ഞങ്ങൾ. എന്തായാലും ഇവർക്ക് മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ സത്യങ്ങൾ അറിയാം. മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണൻ തന്നെ, വേറെ ആരുമല്ല. എന്തായാലും ഇന്നത്തോടുകൂടി ഇവരുടെ ഈ നാടകം എല്ലാം അവസാനിപ്പിക്കണം. ഇതേസമയം കണ്ണനാണെങ്കിൽ വേഗം അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അനന്തുവിനോട് പറയുന്നുണ്ട്, എടാ അനന്തു ആകെ പ്രശ്നമായി, എന്താടാ കണ്ണ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഞാൻ കാർ ഓടിച്ച് പോണത് മേഘനാഥൻ കണ്ടുവെന്ന്. ആ സമയത്ത് അനന്തു പറയുന്നുണ്ട്, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നോട് സൂക്ഷിക്കണമെന്ന്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ദൈവനിശ്ചയം ഇപ്പോൾ മേഘം കാണണം എന്നായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് ജീവിതകാലം മുഴുവൻ മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല കണ്ണേട്ട, അവൻ കണ്ടെന്നോർത്ത് എന്താ കുഴപ്പം, കണ്ണേട്ടൻ വേറെ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുമെന്നുള്ളതല്ലേ അവനക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാമല്ലോ. സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും മേഘൻ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് അവൻ തിരിച്ചടി തരും. അതുകൊണ്ട് നിങ്ങളിനി ഒരിക്കലും കമലേശ്വരത്തേക്ക് പോകണ്ട, മഹിക്ക് കുഞ്ഞ് ജനിക്കണത് വരെ മഹിയും കണ്ണനും ഇവിടെ തന്നെ താമസിച്ചാൽ മതി. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ തീരുമാനം അത് തന്നെയാണ്, ഇനിയിപ്പോൾ കമലേശ്വരത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ
അവിടെ എൻ്റെ രണ്ടാനമ്മയും മോനും മരുമോളും പിന്നെ ആ മേഘൻ്റെ പെങ്ങളും കൂടി എന്നെ കൊല്ലാൻ കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ഞാൻ തൽക്കാലം അങ്ങോട്ട് പോണില്ല. ഇനി മാഹിയുടെ പ്രസവം കഴിയണ വരെ ഞാനും ഇവിടെ തന്നെ താമസിക്കാനാണ് തീരുമാനിച്ചേക്കണേന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടനും മഹിയും പോയി കിടന്നോ, ഒത്തിരി രാത്രിയായിരുന്നു. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും റൂമിലെത്തിയതും മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്തായാലും ഒരിക്കലും അവരറിയേണ്ടതെല്ലാം അറിയുമെന്ന് നമുക്കറിയായിരുന്നു. ഇതിപ്പോൾ ഇത്തിരി നേരത്തെയായി പോയിന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല കണ്ണേട്ടാ, ഇനി നമുക്ക് സമാധാനമായിട്ട് ഒരുമിച്ച് ജീവിക്കാമല്ലോ. അല്ലെങ്കിൽ കണ്ണേട്ടൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് എപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. എന്തായാലും നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങുമ്പം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിക്കും. അതുകൊണ്ട് താൻ ഇനി കുറച്ച് നാളത്തേക്ക് ഓഫീസിലേക്കൊന്നും പോകണ്ടെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെയും തീരുമാനം അതൊക്കെ തന്നെയാണ് കണ്ണേട്ടാന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.